ചേച്ചി ആരാ? ഞാൻ കൊറിയർ ഓഫീസിൽ. ഓ, കൊറിയറിൽ നിന്നാണല്ലേ? അതെ, കൊറിയറിൽ നിന്ന് ആ പയ്യൻ വന്നിട്ടുണ്ട്. എന്താന്ന്? കൊറിയർ പയ്യൻ വന്നിട്ടുണ്ട്. ഞാൻ ദാ പറഞ്ഞു. ഏത് കൊറിയറാ? ചോയ്സ് കൊറിയർ എന്നാ സാർ. ആ, നമുക്കൊരു കൊറിയർ ഉണ്ട്. ഒന്ന് നിക്കേ. ശരി സാർ. ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. പാർവതി രമേഷ്, എറണാകുളം 18. അതെ, നിങ്ങൾ തൊടിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് അടുക്കളയിലേക്ക് വരണേ. ആ കറിയുടെ പാകം ഒന്ന് നോക്കാനാ. ആ, ഞാൻ വരാം. പുളി അല്പം കൂടുതലാ. എരിവ് തീരെ പോരാ. നീ ആ പച്ച കുരുമുളകൊന്ന് അരച്ച് ചേർത്തേ. ആ, ഇപ്പൊ കൊള്ളാം. ആ പച്ചക്കുരുമുളക് ചേർത്തപ്പോ എന്താ ഒരു രുചി. ആഹാ, അപ്പൊ ഞാനുണ്ടാക്കിയത് കൊണ്ടല്ല, പച്ചക്കുരുമുളക് ചേർത്തുകൊണ്ടാണല്ലേ? അത് രണ്ടും കൂടി ചേർന്നോണ്ടല്ലേ? മതി മതി. ഒരു കൊറിയർ ഉണ്ട് മാഡം. ശരി. ഹലോ അമ്മേ, ഞാനാ. ഹാപ്പി ബർത്ത്ഡേ മോളെ. ഞാൻ ശരിക്കും സർപ്രൈസ് ആയിട്ടോ അമ്മേ. ആ, മോള് പറയാറില്ലേ വീട്ടിനകത്ത് പിടിപ്പിക്കാൻ പറ്റുന്ന എന്തേലും ചെടി വേണോന്ന്. അതുകൊണ്ടാ ഞങ്ങള് കൊടുത്തയച്ചത്. പിന്നെ നമ്മുടെ കുട്ടികൾക്കും മറ്റും പനി വന്നാ നിനക്കൊരു ചുക്ക് കാപ്പി ഇട്ട് കൊടുക്കാലോ. ശരി അമ്മേ, ഞാൻ എപ്പോഴും ഇവിടുന്ന് പുറത്തുനിന്ന് കുരുമുളക് വാങ്ങുമ്പോ ചിന്തിക്കാറുണ്ട്, നമ്മുടെ നാട്ടില് കൃഷി ചെയ്യുന്ന കുരുമുളകിന്റെ ഗുണവും രുചിയും അതൊന്നും ഇവിടെ കിട്ടുന്നില്ലല്ലോ അമ്മേ. ആ മോളെ, അതിന്റെ ഗുണമൊക്കെ നിനക്ക് ഈ കുറ്റിക്കുരുമുളക് ചെടിയിന്ന് കിട്ടും. നീ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാ മതി. പിന്നീട് നിനക്ക് ഇതിന്റെ നഴ്സറി ഒക്കെ തുടങ്ങി ഒരു വരുമാനമാർഗം ആവാലോ. പക്ഷെ ഞാനിതിന്റെ പരിപാലനത്തെ കുറിച്ചൊക്കെ എവിടുന്ന് അറിയാ? ആ, അത് പിന്നെ മോളൊരു കാര്യം ചെയ്യ്. ഇത് കോഴിക്കോടുള്ള സുഗന്ധവിള ഗവേഷണ കേന്ദ്ര വികസിപ്പിച്ചെടുത്തെ. അവരുടെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലേക്ക് വിളിച്ചു ചോദിച്ചാൽ മോക്ക് എല്ലാ വിവരവും കിട്ടും. ശരി ശരി, കോഴിക്കോടുള്ള IISRന്റെ കൃഷി വിജ്ഞാന കേന്ദ്രല്ലേ, ഞാൻ വിളിച്ചോളാം അമ്മേ. അതെ അമ്മേ, അച്ഛനോട് എന്റെ പ്രത്യേക അന്വേഷണം പറയണേ. ആ ശരി മോളെ. ശരി അമ്മേ.
ഹലോ. കൃഷി വിജ്ഞാന കേന്ദ്രമല്ലേ? ആ അതേലോ, ആരാണ് സംസാരിക്കുന്നത്? ഇത് സിറ്റിന്നായിരുന്നു. ഈ കുറ്റിക്കുരുമുളക് ചെടിയുടെ പരിപാലനത്തെക്കുറിച്ച് അറിയാനായിരുന്നു. മാഡത്തിന്റെ വീട്ടില് ബുഷ് പെപ്പർ ഉണ്ടോ? അതെ, ഇവിടെ ഒരുതരം കരിമുണ്ട ഇനമാണെന്ന് തോന്നുന്നു. കരിമുണ്ട വളരെ നല്ല ഇനമാണ്. കുറ്റിക്കുരുമുളക് ഉണ്ടാക്കാൻ ഏറ്റവും പറ്റിയ ഇനമാണ് കരിമുണ്ട. ധാരാളം തിരികൾ ഉണ്ടാകുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. മാഡത്തിന് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടോ? ഉണ്ടല്ലോ. ഉണ്ടെങ്കിൽ യൂട്യൂബിൽ IISR കാലിക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ബുഷ് പെപ്പർ മാനേജ്മെന്റ് എന്നും ടൈപ്പ് ചെയ്യുക. ഈ വീഡിയോസ് കണ്ടതിന് ശേഷം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മാഡം ഇങ്ങോട്ട് വിളിച്ചാൽ മതി. ഓക്കെ സർ. इंडियन इंस्टीट्यूट ऑफ स्पाइस रिसर्च कैलिकट, भारतीय मसाला फसल अनुसंधान संस्थान या इंडियन इंस्टीट्यूट ऑफ स्पाइस रिसर्च केरल के कोड़िकोड जिला में स्थित है। इस संस्थान में काली मिर्च, इलायची, हल्दी, जायफल आदि फसलों पर अनुसंधान कार्य हो रहा है। यहाँ अब तक उच्च उपज वाली मसाला प्रजातियों तथा तकनीकों का विकास करके किसानों तक पहुँचाया है। घर के आंगन और शहरों में काली मिर्च की खेती के उद्देश्य से IISR बुश पेपर की पैदावार का प्रचार कर रहा है। थोड़ा समय देकर घर के आंगन, बालकनी, छत के ऊपर गमलों में इसकी पैदावार करने से घरेलू उपयोग के लिए काली मिर्च का उत्पादन किया जा सकता है। इस खेती का अनुरक्षण और प्रबंधन सरल और आसान है। इसके लिए आपको अन्य काली मिर्च की खेती के लिए सहायक वृत्त की आवश्यकता नहीं है तथा इसकी उपज की तुड़ाई भी आसानी से कर सकते हैं। बुश पेपर की अधिक उपज के लिए एक पत्ती युक्त तने को 0.2% कॉपर ऑक्सी क्लोराइड के घोल में 20 से 30 मिनट डुबाकर रखते हैं। फिर इसमें जड़ें लगने के लिए उच्च उत्पादन क्षमता होने वाले मातृ पौधे से छोटे टुकड़े बुश पेपर के पैदावार के लिए कैराडिक्स बी हार्मोन के घोल में डुबाकर रखते हैं। इसके बाद इन पौधों को नारियल कंपोस्ट या मृदा, रेत और सूखे गोबर के 2:1:1 अनुपात के मिश्रण युक्त पॉलीथीन थैलियों में रोपण किया जाता है। रोपण के लगभग 45 दिनों के भीतर पौधों में जड़ें लगने लगती है तथा 2 महीनों के बाद इनको बड़े गमलों में स्थापित करके छत या घर के आंगन में रख सकते हैं। यह अति आवश्यक है कि इनको अधिक रोशनी वाले स्थानों पर रखना चाहिए, परंतु सीधे सूर्य के प्रकाश से भी इनको बचाना चाहिए। वर्ष में एक बार 200 ग्राम सूखा गोबर, 2 महीने में एक बार 30 ग्राम नीम की खली, 15 ग्राम मूंगफली खली या 1 किलो कंपोस्ट उर्वरक के रूप में दिया जाना चाहिए। दिन में 2 बार अच्छी तरह सिंचाई करना भी जरूरी है। बालकनी में काली मिर्च की पैदावार सफलता की कहानी। कैलिकट जिला के पेराम्परा कुटियाड़ी मार्ग पर जोशी सेबेस्टियन तथा लूसी जोशी के घर की बालकनी में बुश पेपर पौधों पर हर किसी का ध्यान आकर्षित होता है। जोशी का परिवार खेती करने में अत्यधिक इच्छुक था, परंतु उनके पास खेती के लिए आवश्यक जगह नहीं थी। ऐसी परिस्थिति में काली मिर्च की खेती के बारे में वह सोच भी नहीं सकता था। इस अवसर पर इन्हें कृषि विज्ञान केंद्र पेरुवन्नामुरी से बुश पेपर के 10 पौधे मिले। KVK के वैज्ञानिकों के मार्गदर्शन तथा वैज्ञानिक तरीके से पैदावार करने पर उनको उसी वर्ष में ही अच्छी फसल प्राप्त हुई। लूसी के अनुसार घर की बालकनी में एक सजावटी पौधे की तरह बुश पेपर के 4 पौधों की पैदावार से घरेलू उपयोग के लिए आवश्यक
काली मिर्च का उत्पादन किया जा सकता है। कुताली के पुतियोटिल सोमन और उनकी पत्नी सुजाता के लिए बुश पेपर के पौधे उनके अपने बच्चों की तरह है। 4 वर्ष पहले इनको पेरुवन्नामुरी स्थित कृषि विज्ञान केंद्र से बुश पेपर के 10 पौधे प्राप्त हुए। केवीके के वैज्ञानिकों के मार्गदर्शन एवं वैज्ञानिक तरीके से खेती करने पर उनको उसी वर्ष अच्छी फसल प्राप्त हुई। ദേശീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ കൃഷി എങ്ങനെ ജനകീയമാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ക്ലാസ് കിട്ടുകയും ആ പ്രൊജക്റ്റിൻ്റെ കീഴിൽ എനിക്ക് 15 കുറ്റിക്കുരുമുളക് ചെറിയ തൈകൾ തരികയും അതിന് വേണ്ട വളങ്ങളും എനിക്ക് തരികയും എങ്ങനെയാണ് കൃഷി ചെയ്യണം എന്നുള്ള രീതികളൊക്കെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്തു. 1-2 വർഷമാകുമ്പോഴേക്കും എനിക്ക് ഉണ്ടാകാൻ തുടങ്ങിയിരുന്നു. പിന്നെ നമ്മൾ പരിപാലനം ചെയ്യുന്നത് അനുസരിച്ചിരിക്കും ഇത് വല്ല ചെറിയ മത്സ്യക്കറിയോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ പച്ച കുരുമുളക് തന്നെ അരച്ച് നമ്മൾ കറിവയ്ക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ അല്ലാതെ നമുക്ക് മുളക് ചില മരുന്ന് അങ്ങനെയൊക്കെ ചെറിയ ചുട്ട് മരുന്ന് അങ്ങനെയുള്ള അതിനൊക്കെ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് വീട്ടിൽ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ അടുത്ത് തന്നെ നമുക്ക് വേണ്ട പോലെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൻ്റെ വീട്ടാവശ്യത്തിന് നമ്മളൊരു 4-5 ചട്ടി കുരുമുളക് ഉണ്ടാക്കും. നമ്മുടെ വീട്ടാവശ്യത്തിന് മുളകുണ്ടാകും. പിന്നെ അത് ഉണക്കിയിട്ട് നമ്മളെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം. ചേട്ടോ ഗുഡ് മോർണിംഗ്. ഹാ ഗുഡ് മോർണിംഗ്. കണ്ടോ നമ്മുടെ മോളുടെ ഫോട്ടോ. എന്താണ് പത്രത്തില് നമ്മുടെ മോളുടെ ഫോട്ടോ. ഇങ്ങോട്ട് വന്നേ. മോളുടെ ഫോട്ടോയോ? ആ പത്രത്തിലോ? വേഗം വന്നേ. നഗരത്തിൽ കുറ്റിക്കുരുമുളക് കൃഷി ഒരു വിജയഗാഥ. ഇങ്ങ് വന്നേ. നഗരത്തിൽ കുറ്റിക്കുരുമുളക് കൃഷി ഒരു വിജയഗാഥ. പാർവതി രമേശ് എന്ന വീട്ടമ്മയ്ക്ക് നഗരത്തിൽ കുറ്റിക്കുരുമുളക് കൃഷി വ്യാപകമാക്കിയതിന് നഗരസഭയുടെ ആദരവ്. എന്താടി കാണുന്നത്? 1 വർഷം മുമ്പ് നാട്ടിലുള്ള അച്ഛനും അമ്മയും തനിക്ക് ജന്മദിന സമ്മാനമായി അയച്ച കുറ്റിക്കുരുമുളക് ചെടിയിൽ നിന്നായിരുന്നു തുടക്കം. അലങ്കാര ചെടികൾക്കായി ഒരുപാട് പണവും സമയവും ചെലവഴിക്കുന്ന നമുക്ക് എന്തുകൊണ്ട് ബുഷ് പെപ്പർ പോലുള്ള ഉപകാരപ്രദമായ ചെടികൾ വളർത്തിക്കൂടാ എന്ന ചിന്തയിൽ നിന്നാണ് കുറ്റിക്കുരുമുളക് നഴ്സറി എന്ന ആശയം ഉടലെടുത്തതെന്ന് പാർവതി പറയുന്നു.